ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത രണ്ടാം അധ്യായം 68-ാം ശ്ലോകം. തസ്മാത് യസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശഃ ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഭാഷ്യം. യതതോ ഹി ഇത്യുപന്യസ്തസ്യ അർത്ഥസ്യ അനേകധാ ഉപപത്തിം ഉക്ത്വാ തം ച അർത്ഥം ഉപപാദ്യ ഉപസംഹരതി. യതതോ ഹ്യപി എന്ന് തുടങ്ങി പറഞ്ഞ വിഷയങ്ങൾ അവിടെയെല്ലാം പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ചാണ്. ആ വിഷയത്തിൽ അനേകധ ഉപപത്തിം ഉക്ത്വ പലതരത്തിലുള്ള ഉപപത്തികളെ, ഉപപത്തി എന്ന് പറഞ്ഞാൽ യുക്തി, ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് അതിന്റെ പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം തംച അർത്ഥം ഉപപാദ്യ ഉപസംഹരതി, അതേ വിഷയത്തെ തന്നെ ഇവിടെ സമർത്ഥിച്ച് ആ വിഷയം അവസാനിപ്പിക്കുകയാണ് ചിത്തപ്രജ്ഞ ലക്ഷണം ആയിട്ട്. ഇന്ദ്രിയാണാം പ്രവൃത്തോ ദോഷോപപാദിതോ യസ്മാത്. ഇന്ദ്രിയ പ്രവൃത്തിയിൽ ദോഷം ഉണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തസ്മാത്, അതുകൊണ്ട് തസ്മാത് യസ്യ മഹാബാഹു എന്നാണ്. ഇന്ദ്രിയങ്ങൾ സ്വേച്ഛയാൽ പ്രവർത്തിച്ചാൽ, അനിയന്ത്രിതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ദോഷമുണ്ടാകും. അക്കാരണത്താൽ യസ്യ യതേഹി മഹാബാഹു, യസ്യ അങ്ങനെ പറയുന്നു യതി. ഇവിടെ ചർച്ച ചെയ്യുന്ന യതിയെക്കുറിച്ചാണ്. ഒരു യതിക്ക് നിഗൃഹീതാനി സർവശഃ സർവപ്രകാരൈഹി മാനസാദിഭേദൈഹി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ ശബ്ദാദിഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഒരു യതി എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ വിഷയങ്ങളിൽ നിന്നും സർവശഃ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സർവപ്രകാരൈ, സർവപ്രകാരം എന്ന് പറയുമ്പോൾ മാനസം തുടങ്ങിയ രീതിയിൽ ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളെയും എല്ലാത്തിനെയും എടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥേഭ്യ
ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയാർത്ഥങ്ങൾ എന്താണ്? ശബ്ദാദി വിഷയങ്ങളിൽ നിന്നും. പൊതുവെ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശബ്ദാദികളെന്ന് പറയും. അങ്ങനെ പറയാൻ കാരണം ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് മുഖ്യ വിഷയങ്ങളായിരിക്കുന്നത്. ഇവിടെ പറഞ്ഞു മാനസാദിഭേദേഹി, അത് മാനസ വിഷയങ്ങളുമുണ്ട്, മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്ന വിഷയങ്ങളുമുണ്ട്. ശബ്ദസ്പർശാദികൾ മാത്രമല്ല, മുഖ്യം ശബ്ദസ്പർശാദികൾ എന്ന് പറയുമ്പോൾ എല്ലാം അന്തർഭവിക്കും. അതുപോലെ എല്ലാ ഇന്ദ്രിയാർത്ഥങ്ങളിൽ നിന്നും ഇന്ദ്രിയത്തെ നിഗ്രഹിക്കണം. നിഗ്രഹീതാനി, നിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി ഗ്രഹിക്കുക, സ്വാധീനമാക്കുക. ഇതൊരു യതി ആവശ്യം അനുഷ്ഠിക്കേണ്ടതാണ്. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹത്തിന് ഏറ്റവും പ്രാഥമികമായിട്ട് ഒരു യതി ഇന്ദ്രിയ നിഗ്രഹം സാധിക്കുന്നത് ധർമാധർമ്മ വിവേകപൂർവകം വിഷയങ്ങളെ വിവേചിച്ച്, നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞു, അവർജനീയേഷു വിഷയേഷു, ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങളെ മാത്രം ഗ്രഹിക്കുക. അതൊന്ന്. ഒരു യതിക്ക് നിഷിദ്ധമായ വിഷയങ്ങളിൽ മനസ്സുകൊണ്ടും മറ്റിന്ദ്രിയങ്ങളെ കൊണ്ടും പ്രവർത്തിക്കാതിരിക്കുക. അതാണ് അതിന്റെ പ്രഥമ പാഠം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യം. അത് ആശ്രമധർമ്മം അനുസരിച്ചുള്ളൂ. യതി എന്ന് പറയുമ്പോൾ ഒരാശ്രമത്തിൽ, ആശ്രമം എന്ന് പറയുമ്പോൾ താമസിക്കുന്ന സ്ഥലങ്ങൾ ഉദ്ദേശിക്കുന്നത് ബ്രഹ്മചര്യം, ഗർഹസ്ഥ്യം, സന്യാസം എന്ന് പറയുന്ന ആശ്രമം. അപ്പോൾ ഒരു ആശ്രമധർമ്മത്തിൽ യതി സ്വീകരിക്കേണ്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ പ്രഥമമായി സ്വീകരിക്കുക. അതാണ് നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞ അവർജനീയേഷു. ഒഴിവാക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ വരും, അവിടെ പ്രവർത്തിക്കേണ്ടി വരും. ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തിക്കേണ്ടി വരും. അതിന് പ്രാഥമികമായി ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക. അതാണ് ഇന്ദ്രിയ നിയന്ത്രണം. അത് ബാഹ്യമായി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഗൃഹസ്ഥൻ പ്രവർത്തിക്കുന്നത് പോലെ ഒരു യതിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ഗൃഹസ്ഥനും ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ്, യതിക്കും ആവശ്യമാണ്. പക്ഷെ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് രണ്ട് തലത്തിലാണ്. യതിയുടെ ഇന്ദ്രിയ നിയന്ത്രണത്തിന് പ്രഥമമായി സ്വീകരിക്കേണ്ടത് ആശ്രമധർമ്മത്തെ. യതിയുടെ ആശ്രമം സന്യാസാശ്രമം, ആ സന്യാസാശ്രമത്തിന്റെ ധർമ്മത്തെ അയാൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. യതിക്ക് അങ്ങനെ ഇന്ദ്രിയ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ആശ്രമധർമ്മങ്ങളെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് യതിമാർക്കറിയാം എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ഒഴിവാക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം. പക്ഷെ അത് വെറും പ്രാഥമികമേ ആവുന്നു. അത് കഴിഞ്ഞ് ഇന്ദ്രിയ നിഗ്രഹം അല്ലെങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം വരുന്നത് ഈ അവർജനീയമായ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ. ഇന്നത്തെ ചുറ്റുപാടുകളിൽ പഴയകാലത്തെ യതിമാര് അതിനുവേണ്ടി ചെയ്തിരുന്നത് എന്താണ്? വനവാസം, ഗുഹാവാസം മറ്റും സ്വീകരിച്ചിരുന്നു. ഇന്നത്തെ ചുറ്റുപാടിൽ അത് അസാധ്യമാണ്. മറിച്ച് യതി സമൂഹ മധ്യത്തിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ ആ സമൂഹ മധ്യത്തിൽ നിന്ന്
ലോകസേവനവും മറ്റും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അയാൾക്ക് ഇന്ദ്രിയ നിയന്ത്രണം ആവശ്യമാണ്. അവിടെ വിവേകം ആണ് മുഖ്യമായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വിവേകം കൂടാതെ ഇന്ദ്രിയ ലാളന ഒരിക്കലും ഏതിക്ക് അനുവദിച്ചിട്ടുള്ളതല്ല. അങ്ങനെ അവർജനീയമായ വിഷയങ്ങളിൽ യതി പ്രവർത്തിക്കുമ്പോഴും അതിനോട് മമത, ആസക്തി വരാൻ പാടില്ല. ആ മമതയും ആസക്തിയും ഒഴിവാക്കുന്നതിന് വേണ്ടി അവിടെ ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടാണ് അത് സാധിക്കേണ്ടത്. വിവേകപൂർവകമായ ഇന്ദ്രിയ നിഗ്രഹം. നിഷിദ്ധമായ വിഷയങ്ങൾ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾക്കും കർമ്മേന്ദ്രിയങ്ങൾക്കും ഉണ്ട്, മനസ്സിനുമുണ്ട്. കാണാൻ പാടില്ലാത്തത് കാണാതിരിക്കാൻ വേണ്ടി കണ്ണടച്ചിരിക്കുക, അത് പ്രായോഗികമല്ല. കണ്ണു തുറന്നാൽ കാണുന്നതിന് മുമ്പിൽ വരുന്നത് കാണാൻ അനുവദനീയമായതുകൊണ്ട് അനുവദനീയമല്ലാത്തതുകൊണ്ട്. അപ്പോൾ എപ്പോഴും കണ്ണടയ്ക്കുകയും കണ്ണ് തുറക്കുകയും ചെയ്യാൻ യതിക്ക് പറ്റത്തില്ല. അപ്പോൾ കണ്ണടച്ചും കണ്ണ് തുറന്നും ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമല്ല. അപ്പോൾ വിരുദ്ധമായ വിഷയങ്ങളിൽ നിന്ന് യതിക്ക് ഒഴിഞ്ഞു മാറിയിരിക്കണം, ഒഴിഞ്ഞു മാറിയിരിക്കേണ്ടതുമാണ്. വിഷയങ്ങളുടെ മുമ്പിൽ പരീക്ഷണത്തിനൊരിക്കലും യതി നിന്ന് കൊടുക്കാറില്ല, നിന്ന് കൊടുക്കാൻ പാടുള്ളതുമല്ല. പക്ഷേ ധർമ്മത്തിൽ തന്നെ, യതിയുടെ ധർമ്മത്തിൽ തന്നെ മമതയും ആസക്തിയും വരാതെ നോക്കേണ്ടതുണ്ട്. അതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അവർജനീയമായി വന്നു ചേരുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ സമൂഹ മധ്യത്തിൽ നിൽക്കുന്ന ഒരു ഏരിയയെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പാടില്ലാതെ വന്നു ചേരുന്ന വിഷയങ്ങളിൽ പെടുന്നതാണ് സമ്പത്തും മറ്റും. അതെല്ലാം വന്നു ചേരുന്നതാണ്. യതിയുടെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്നു ചേരുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഇതിലെല്ലാം അതുപയോഗിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ അതുപയോഗിക്കുന്ന കാര്യങ്ങളിലെല്ലാം മനസ്സിൽ ആസക്തി ഉണ്ടാവുക. ആ ആസക്തി ജയിക്കുന്നതിന് ഈ പറയുന്ന ഇന്ദ്രിയ നിഗ്രഹം ആവശ്യമാണ്. കർമ്മത്തിനോട് ആസക്തമായി പോവുക. കർമ്മം ആവശ്യമാണ്, പക്ഷെ കർമ്മത്തിന്റെ യോഗത്തെ വിട്ടിട്ട് മറിച്ച് കർമ്മത്തിലേക്ക് ആസക്തമായി പോകും. അത് കർമ്മം ഏറ്റവും അപകടം പിടിച്ചതാണ്. പക്ഷെ അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, അത് ഉപയോഗിക്കേണ്ടി വരുന്നു. കർമ്മത്തിൽ ഒരു യതിക്ക് ഏത് സമയവും അതിന്റെ യോഗം നഷ്ടപ്പെടാം. കർമ്മയോഗം നഷ്ടപ്പെട്ട് കേവലം കർമ്മമായി അധപ്പതിക്കാം. അപ്പോൾ അതിൽ യതിക്ക് ആസക്തി വരും. അതയാളെ ആ കർമ്മമാർഗത്തിൽ നശിപ്പിക്കും, ആത്മീയ മാർഗത്തിനും നശിപ്പിക്കും. ഇത്തരം വിഷയങ്ങളിൽ വ്യാപരിച്ചു നിൽക്കുന്ന ഒരു യതിക്ക് ഈ ഇന്ദ്രിയ നിഗ്രഹം എങ്ങനെ സാധ്യമാകും? ആ വിഷയങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ അത് സാധ്യമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അനുകൂലമായി തന്നാലേ പറ്റും. മുഖ്യമായിട്ട് ഈശ്വരാനുഗ്രഹം, അതുകൊണ്ടായാലേ അത് സാധ്യമാകത്തുള്ളൂ. മറ്റൊന്ന് പൂർവ്വസംസ്കാരം. ഇത് രണ്ടും അനുകൂലമായിരിക്കുന്ന
ഒരു രീതിക്ക് മാത്രമേ സമൂഹത്തിൽ നിന്ന് ഇന്ദ്രിയ നിഗ്രഹം നേടാൻ കഴിയൂ. ഇല്ലെങ്കിൽ വീണുപോകും, പതിച്ചു പോകും. ദുർവാസനകൾക്ക് അടിമപ്പെട്ടു പോകും. അയാൾ എന്തെല്ലാം സാധനങ്ങൾ അനുഷ്ഠിച്ചാലും എത്രയെല്ലാം വിവേകം സമ്പാദിച്ചാലും ഈ രണ്ടു കാര്യങ്ങളും അനുകൂലമല്ലെങ്കിൽ പതിച്ചു പോകും. അങ്ങനെ പതിക്കുമ്പോൾ പിന്നെ ആശ്വസിക്കുന്നത് പതിച്ചാലും കുഴപ്പമില്ല, മറ്റാരും അറിയാതിരുന്നാൽ മതി എന്നാണ്, എന്നാശ്വസിക്കേണ്ടി വരും. പൊതുവെ അങ്ങനെ സംഭവിക്കുന്നു. ഇതൊഴിവാക്കുന്നതിന് ആർജിതമായ സംസ്കാരം അതൊരു മുഖ്യ പങ്കുവഹിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നമ്മൾ ആർജിതമല്ല, എന്ന് വെച്ചാൽ നമ്മൾ പരിശ്രമിച്ച് ഇപ്പൊ സമ്പാദിക്കുന്നതല്ല. ഈശ്വരാനുഗ്രഹം നമ്മൾ പരിശ്രമിച്ച് നേടുന്ന പൂർവ്വ സംസ്കാരം, അതും ഇപ്പോൾ നമ്മൾ പരിശ്രമിച്ച് നേടുന്ന. പക്ഷെ ഇത് രണ്ടും പോരാ. ആർജിതമായ ഒരു സംസ്കാരം വേണം, പൗരുഷം കൊണ്ട് നേടേണ്ട സംസ്കാരം വേണമായിരിക്കും. അതാണ് മുഖ്യമായിരിക്കുന്നത്. അതിന് സഹായകമായിരിക്കുന്നു മറ്റു രണ്ട്. ഇത് വാസിഷ്ഠത്തിൽ രാമനോട് വാസിഷ്ഠൻ ഉപദേശിക്കുമ്പോൾ വളരെ ഊന്നിപ്പറയുന്നൊരു കാര്യമാണ്. ഇതിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. എന്നുവെച്ചാൽ യതി ആ ശബ്ദത്തെ അന്വർത്ഥമാകത്തക്ക തരത്തിൽ അയാൾക്ക് ഇക്കാര്യത്തിൽ പരിശ്രമം ആവശ്യമാണ്. അത് പരിശ്രമിക്കുന്നത് എങ്ങനെ? വിഷയമധ്യത്തിൽ നിൽക്കുന്ന ഒരാളിന് വിഷയത്തിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റത്തില്ല. ഈ ശബ്ദസ്പർശാദികൾ തന്നെ ബന്ധിക്കുന്നു എന്ന് പറയുന്നു. യതിയുടെ മനസ്സിനെ ബന്ധിക്കുന്നു, കർമ്മത്തിലേക്ക് അയാളുടെ മനസ്സിനെ ആസക്തമാക്കുന്നു. അവിടെ വിവേകം കൊണ്ട് ഇതിനെ ജയിക്കണം. വിവേകം പലതരത്തിൽ പറയുന്നുണ്ട്, ഗീതയിൽ തന്നെ പലതരത്തിൽ പറയും. ഏത് തരത്തിലുള്ള വിവേകമാണ് അവിടെ സഹായിക്കുന്നത്? വിഷയങ്ങളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിനെ ആ വിഷയങ്ങളിൽ നിന്നും വേർപെടുത്താൻ സഹായിക്കുന്ന വിവേകം, അത് ഏറ്റവും മുഖ്യമായിട്ട് ഗീതയിൽ പറയുന്നു. ഒന്ന് ഈശ്വരഭാവന. അതാണ് ഏറ്റവും മുഖ്യമായി പറയുന്നത്. ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയാണെന്ന് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ലെങ്കിലും എവിടെയെല്ലാം ഈശ്വര തത്വത്തെ വർണ്ണിക്കുന്നുണ്ടോ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ, അതെല്ലാം ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഒരു സാധകന് ഇന്ദ്രിയ നിഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വർണ്ണനകൾ. ഈശ്വരതത്വത്തെ പലതരത്തിൽ പല ഭാഗങ്ങളിലും വർണ്ണിക്കും, സഗുണമായിട്ടും നിർഗുണമായിട്ടും എല്ലാം വർണ്ണിക്കും. ഈ വർണ്ണനകൾ മുഴുവൻ ഈ ഇന്ദ്രിയ നിഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതെങ്ങനെ? കാരണം ഒരു ജീവന് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളാണ്, ഈശ്വര തത്വങ്ങളാണ്. ഈശ്വര തത്വത്തെ ശാസ്ത്രം ബോധിപ്പിക്കുകയാണ്, അത് ജീവന്റെ അനുഭവമല്ല. അവൻ ഈശ്വരനെ അനുഭവിച്ചാലും വിഷയരൂപത്തിൽ അനുഭവിക്കുന്നു. ഈശ്വരനെ ഈശ്വരനായിട്ടല്ല അനുഭവിക്കുന്നു. ഈശ്വര തത്വം തന്നെ ശബ്ദസ്പർശ രൂപരസ ഗന്ധരൂപത്തിൽ ആണ് അവൻ അനുഭവപ്പെടുന്നത്. ഈശ്വര തത്വമായിട്ട് അനുഭവപ്പെടുന്നില്ല.
ശാസ്ത്രങ്ങളിൽ നിരന്തരം എന്ത് ചെയ്യുന്നു? ഈശ്വര തത്വത്തെ വർണ്ണിക്കുന്നു. അവന്റെ അനുഭവം മറിച്ച്. അപ്പൊ അവൻ സാധനയെ സ്വീകരിക്കേണ്ട എന്താണോ? തന്റെ പ്രത്യക്ഷമായ അനുഭവങ്ങൾ. അതാണ് ഇവിടെ പറയുന്നത് ശബ്ദസ്പർശരസാധനം. ഇവിടെ ഭാഷ്യകാരനും പറഞ്ഞു ശബ്ദാദിഭ്യ. തന്റെ പ്രത്യക്ഷമായ അനുഭവം എന്ന് പറയുന്നത് ശബ്ദാദി വിഷയങ്ങളാണ്. ആ അനുഭവം അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനു പകരം ആ വിഷയാനുഭവങ്ങളിൽ തന്നെ ഈശ്വര തത്വത്തെ അവനെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് ശാസ്ത്രം ചെയ്യുന്നത്. രണ്ടു തരത്തിൽ. ബാഹ്യമായ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഇന്ദ്രിയ നിഗ്രഹത്തെ സാധിക്കുന്നതിന് വേണ്ടി ഈശ്വര തത്വത്തെ ശാസ്ത്രം ബോധിപ്പിക്കുന്നു. അത് രണ്ടു തരത്തിലാണ്. ഒന്ന് എങ്ങനെ? പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദാദി വിഷയങ്ങൾ ജീവനെ അതിലേക്ക് ആകർഷിപ്പിക്കുന്നു. ഇത് ആകർഷണ സ്വഭാവമുള്ളതാണ് വിഷയം. ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു, ഇന്ദ്രിയദ്വാര മനസ്സിനെ ആകർഷിക്കുന്നു, ഇന്ദ്രിയവും മനസ്സും ചേർന്ന് ജീവനെ അതിലേക്ക് ആകർഷിക്കുന്നു. അത് ആകർഷിക്കുന്നതിന് മുഖ്യമായി ഉള്ള അവലംബം എന്താണ്? ജീവന്റെ മനസ്സിൽ ഈ ശബ്ദാദി വിഷയങ്ങളിൽ തോന്നുന്ന സത്യത്വ ബുദ്ധിയാണ്. ഇത് സത്യമാണ്. ഒരു യതി കർമ്മരംഗത്ത് നിൽക്കുമ്പോൾ കർമ്മം അയാൾക്ക് സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. ശബ്ദാദി വിഷയങ്ങൾ തന്നെയാണ് കർമ്മം. ശബ്ദാദികളെന്ന് പറഞ്ഞാൽ കർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ശബ്ദാദി വിഷയങ്ങൾ വേറെ, കർമ്മം വേറെ, അങ്ങനെയല്ല. ശബ്ദാദി വിഷയങ്ങൾ തന്നെയാണ് കർമ്മം ജീവനെ സംബന്ധിച്ച്. അപ്പൊ ഈ വിഷയങ്ങൾ സത്യമൊന്ന് തോന്നുന്നു. അപ്പോൾ ശാസ്ത്രം ബോധിപ്പിക്കുന്ന എന്താണ്? ഒന്ന്, ഇത് സത്യമല്ല. അതാണ് പ്രപഞ്ചം മിഥ്യയാണെന്ന് പറയുന്നതിന്റെ താല്പര്യം. ഇത് പരമാർത്ഥമല്ല. ഇന്ദ്രിയങ്ങളും മനസ്സും ജീവനും അതിന് പിന്നാലെ പോകുന്നത് ഇത് സത്യമാണെന്ന് കരുതിയിട്ടാണ്. അപ്പൊ താൻ പ്രവർത്തിക്കുന്ന ശബ്ദാദി വിഷയങ്ങൾ അല്ലെങ്കിൽ കർമ്മമണ്ഡലം അത് സത്യമല്ല എന്ന് ശാസ്ത്രം ജീവനെ ബോധിപ്പിക്കുന്നു, മനസ്സിനെ പഠിപ്പിക്കുന്നു. അങ്ങനെ ബോധിപ്പിക്കുന്നത് കൊണ്ട് ഈ തത്വത്തെ ഗ്രഹിക്കുന്ന ആ മനസ്സിന് അതിലേക്കുള്ള ആകർഷണം കുറയും. കർമ്മത്തിൽ നിൽക്കുമ്പോൾ തന്നെ, കർമ്മത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനോടുള്ള ആകർഷണം കുറയുന്നു. ആകർഷണം കുറയുമ്പോൾ അതിനോടുള്ള ആസക്തി, മമത കുറയും. അപ്പം മമതാരഹിതനായി ആ ജീവന് ആ ശബ്ദാദി വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വ്യാപരിക്കുന്നതിന് കഴിയുന്നു, അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് കഴിയുന്നു. അപ്പൊ താൻ ഏർപ്പെടുന്ന കർമ്മങ്ങളോട് സത്യബുദ്ധി ഉണ്ടായി ആസക്തി വരാതിരിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ശബ്ദാദി വിഷയങ്ങളെ അസത്യം എന്ന് ബോധിപ്പിക്കുന്നത്. ഇതൊരു വഴിയാണ്, ശാസ്ത്രം സ്വീകരിച്ചിരിക്കുന്ന ഒരു വഴി. ഇത് അസത്യമെന്ന് ബോധിക്കുന്നത് കൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും അതിലേക്ക് ആകർഷിക്കപ്പെടുന്നില്ല. അത് അവർജനീയമായതുകൊണ്ട്, ജീവന് അതിനെ ഒഴിവാക്കുന്നതിനുള്ള സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് അതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഇപ്പൊ ശബ്ദാദി വിഷയങ്ങൾ അസത്യമെന്ന് ബോധിപ്പിച്ചതുകൊണ്ടും
മനസ്സിന് അതിനോട് വരുന്ന ആ ആകർഷണത്തെ കുറയ്ക്കാം. അത് ശാസ്ത്രം ബോധിപ്പിക്കുന്നു, ജീവൻ അതിനെ ഗ്രഹിക്കുന്നു. അതിൽ ദൃഢതയുണ്ടാകുന്നു. ആ ദൃഢത വരുന്നതിനനുസരിച്ച് കർമ്മരംഗത്ത് നിന്നാലും ആ കർമ്മത്തിൽ ബന്ധിതനാകാതെ ഒരു ജീവനെ സൂക്ഷിക്കാൻ കഴിയുന്നു. മറ്റൊരു രീതിയിൽ ശാസ്ത്രം ബോധിപ്പിക്കുന്നത് എങ്ങനെ? മിഥ്യയാണെന്ന് ബോധിപ്പിക്കുന്നില്ല, ഇത് സത്യമാണെന്ന് ബോധിപ്പിക്കുന്നു. ആണ് രണ്ടാമത്തെ വഴി. ഈ ശബ്ദാദി വിഷയങ്ങൾ അല്ലെങ്കിൽ കർമ്മം, ഇത് ആ സത്യം തന്നെ, പരമാത്മാവ് തന്നെയാണ്. ഇവിടെ സത്യമൊന്നും മിഥ്യമൊന്നും വേർതിരിക്കാനൊന്നും. വാസ്തവത്തിൽ ഒന്നേ ഉള്ളുവെങ്കിൽ ഈ കാണുന്നതല്ല അത് തന്നെ. ഒരേ ഒരു ചൈതന്യം തന്നെയാണ് ഈ നാമരൂപാത്മകമായി നമുക്ക് അനുഭവപ്പെടുന്നത്. സർവത്തിലും പരമാത്മ തത്വത്തെ മാത്രം കാണുക. സത്യത്തിൽ നിന്നും ഒന്നിനെയും മിഥ്യയാണെന്ന് വേർതിരിക്കുന്നില്ല. കൊടുത്തവൻ കാണുന്നവൻ മണ്ണ് മാത്രം കാണുന്നു, ആഭരണത്തെ കാണുന്നവൻ സ്വർണം മാത്രം കാണുന്നു. അങ്ങനെ കാണുന്നതിന് ശീലിപ്പിക്കുക മനസ്സിന്. അങ്ങനെ ബോധിപ്പിക്കുന്നു ശാസ്ത്രം. സർവം ഖൽവിദം ബ്രഹ്മ, അതാണ് ഇപ്പൊ പറഞ്ഞത്. നേരത്തെ പറഞ്ഞാണ് നേതി നേതി. അപ്പോൾ സർവ വിഷയങ്ങളെയും ഈശ്വരസ്വരൂപമായി കാണുക. അങ്ങനെ മനസ്സിനെ ശീലിപ്പിക്കാൻ ശാസ്ത്രം ബോധിപ്പിക്കുന്നു. അപ്പോൾ സർവ വിഷയങ്ങളെയും ഈശ്വരസ്വരൂപമായി കാണുമ്പോൾ ആ മനസ്സിന് വിഷയങ്ങളോടുള്ള ആകർഷണം വരുന്നില്ല. താൻ എന്താണോ കാണുന്നത് അതിനോട് ആകർഷണം വന്നാലും ദോഷമില്ല. കാരണം കാണുന്ന ഈശ്വരനെയാണ്. മനസ്സ് അതിലേക്ക് ആകർഷണമാകുന്നതുകൊണ്ട് ദോഷമില്ല. വിഷയത്തെ വിഷയമായി കണ്ട് മനസ്സ് അതിന്റെ പിന്നാലെ പോകുന്നില്ല. വിഷയത്തെ ഈശ്വര സ്വരൂപമായി കണ്ട് മനസ്സ് അതിന് പിന്നാലെ പോകുന്നു. അവിടെ മനസ്സിന്റെ ആകർഷണത്തെ പ്രത്യേകിച്ച് നിയന്ത്രിക്കേണ്ട ആവശ്യം വരുന്നില്ല. മറിച്ച് മാനസിക ഭാവത്തെ ആണ് അവിടെ പരിഷ്കരിക്കേണ്ടി വരുന്നത്. മനസ്സ് ശബ്ദാദികളെ ശബ്ദാദികളായി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കണ്ടുകൊണ്ടിരിക്കുന്ന ശബ്ദാദികളെ ഈശ്വരസ്വരൂപമായിട്ട് തന്നെ കാണുന്നു. മറ്റൊന്നായി കാണാൻ കഴിയുന്നില്ല. ഇതും മനോനിഗ്രഹത്തിന് വേണ്ടി പറയുന്നതാണ് ശാസ്ത്രം. മനോനിഗ്രഹത്തിനുള്ള മുഖ്യമായ ഒരു വസ്തുവിനെ, ഒരു വിഷയത്തെ വിഷയമായി കാണുകയാണെങ്കിൽ അത് സത്യമല്ല എന്ന് മനസ്സിനെ ശീലിപ്പിക്കുക. അല്ല എങ്കിൽ ആ വിഷയത്തെ വിഷയമായി കാണാതിരിക്കുക. അതിനെ പരമാത്മാവായി തന്നെ കാണുക. ഇതാണ് രണ്ടു വഴി, ശ്രുതി നിർദ്ദേശിക്കുന്ന രണ്ടു വഴി. ഇത് എപ്പോ ബാഹ്യമായ വിഷയങ്ങളിൽ മനസ്സ് വ്യാപരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു യതി കർമ്മ രംഗത്ത് നിൽക്കുമ്പോൾ, രണ്ടും ഒന്ന് തന്നെ. ഇത് വിഷയ ഉന്മുഖമായ വിഷയനിഷ്ഠമായ മാനസിക അഭ്യാസമാണ്, മാനസിക സാധനയാണ്. അല്ല ശബ്ദസ്പർശാദി വിഷയങ്ങളെ കാണുമ്പോൾ കണ്ണടച്ചുകൊണ്ട് വിഷയങ്ങൾ അകലത്തില്ല, വിഷയങ്ങളോടുള്ള മനസ്സിന്റെ ആസക്തിയും പോകത്തില്ല.
വിഷയങ്ങളെ മനസ്സിൽ നിന്നും മാറ്റാനും കഴിയത്തില്ല. കണ്ണടച്ചാലും വിഷയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരും. വാസ്തവത്തിൽ വിഷയത്തിന് മനസ്സിൽ കടന്നു വരുന്നതിന് കണ്ണിന്റെ സഹായം ആവശ്യമില്ല. മനസ്സ് തന്നെ അതിന് പര്യാപ്തമാണ് വിഷയങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരുന്നതിന്. അതുകൊണ്ട് ഒന്നുകിൽ ഇത് സത്യമല്ല എന്ന് മനസ്സിനെ ശീലിപ്പിക്കുക, അല്ലെങ്കിൽ ഇത് ആ പരമാത്മാവ് തന്നെ എന്ന് മനസ്സിനെ ശീലിപ്പിക്കുക. ഇതാണ് ബാഹ്യമായി വിഷയം വ്യാപാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒരു യതി തന്റെ മനസ്സിനെ ശീലിപ്പിക്കുന്നു, ബോധിപ്പിക്കുന്ന ഇതാണ്. ആത്യന്തികമായിട്ട് എന്താണ്? ഒരു യതിയുടെ മനസ്സിൽ വിഷയങ്ങളിൽ നിൽക്കുമ്പോൾ തന്നെ വിഷയഭാവനയ്ക്ക് പകരം ഈശ്വരഭാവന നിറയും. ആ ഈശ്വരഭാവന കൊണ്ട് വിഷയങ്ങളോടുള്ള ആകർഷണം, ഈശ്വരനാണെന്ന് ബോധിക്കുന്ന ഒരാൾക്ക് പിന്നെ ഒരിക്കലും ഒരു വിഷയത്തെ വിഷയമായി സമീപിക്കാൻ കഴിയത്തില്ല. മനസ്സിൽ വിഷയരൂപത്തിൽ വിഷയത്തെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന കാമനകൾ നേരത്തെ പറഞ്ഞല്ലോ. ധ്യായതോ വിഷയാൻ സംഘസ്തേഷു പചായ, വിഷയത്തെ ചിന്തിക്കുന്നവനുണ്ടാകുന്ന സംഘം, അതുകൊണ്ട് ദൃഢപ്പെടുന്ന കാമന, ഇതെല്ലാം മനസ്സിൽ നിന്ന് മാറുന്നു. ഇതും ഒരു മാർഗം. തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു 2 മാർഗമുണ്ട്. അത് ഒന്നാണ്. ആ ഒരു മാർഗത്തിൽ തന്നെ 2 ഭാവനകൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ. ഈ ഗീതയിൽ തന്നെ നിർദ്ദേശിക്കുന്ന മറ്റൊരു മാർഗമുണ്ട്. ഇതിനെക്കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ട്. വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭ, സർവത്തെയും വാസുദേവമയമായി കാണുക. പക്ഷെ അങ്ങനെയുള്ളവൻ ദുർലഭനാണ് എന്ന് പറയുന്നു. പറഞ്ഞാൽ പോരാ, കാണണം. ആ കാണുന്നതിന്റെ അടയാളവും വേണം. കാണുന്നു മറ്റുള്ളവരോട് പറഞ്ഞാൽ പോരാ, കാണുന്നത് കൊണ്ടുള്ള അടയാളം ഉണ്ടാവണം. എന്താണ്? മനസ്സ് ആ വിഷയങ്ങളിൽ ആകൃഷ്ടമാകാതിരിക്കണം, മനസ്സ് കാമത്തിന് അടിമപ്പെടാതിരിക്കണം. അതാണ് അതിന്റെ തെളിവ്. ഇതൊന്നും ഇനി മറ്റൊരു ഉപായത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ഇന്ദ്രിയ നിഗ്രഹത്തിന്. സാധാരണ ജീവൻ പ്രവർത്തിക്കുമ്പോൾ, ശബ്ദാദികളെ ഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അത് ശരീരബോധത്തോടുകൂടിയാണ് എല്ലാം നടക്കുന്നത്. എന്നുവെച്ചാൽ താനെന്നുള്ള ബോധത്തോടുകൂടി തന്നെക്കുറിച്ച് ചിന്തിച്ച് താൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാവത്തോടുകൂടി ചെയ്യുന്നു. അതിനാണ് ശരീരബോധം എന്ന് പറയുന്നത്. ഞാൻ ചെയ്യുന്നു എന്ന് കരുതി കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഗീതയെ നിർദ്ദേശിക്കുന്നു ആ ശരീരബോധത്തെ വെടിഞ്ഞുകൊണ്ട് പ്രവൃത്തിയിൽ ഏർപ്പെടുക. അതൊരു മുഖ്യമായ സാധനയായിട്ട് നിർദ്ദേശിക്കുകയാണ്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിക്കുന്നവൻ താൻ ആ ഇന്ദ്രിയങ്ങളോടും വിഷയങ്ങളോടും പരമാർത്ഥത്തിൽ ബന്ധമില്ലാത്തവനാണ്. തന്റെ സ്വരൂപത്തിന് ഇതുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല തന്നിൽ എന്നുള്ള ഭാവന അതിനെ ദൃഢപ്പെടുത്തുക. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ, ഇതിനെ ദൃഢപ്പെടുത്തുക എന്നാണ്. ഗുണാഗുണേഷു വർത്തന്ത, ഇതിനെ ദൃഢപ്പെടുത്താൻ പറയും.
മുമ്പ് പറഞ്ഞത് വിഷയനിഷ്ഠമായ ഒരു അഭ്യാസത്തെക്കുറിച്ച്. ഇവിടെ പറയുന്നത് ആത്മനിഷ്ഠമായ ഒരു അഭ്യാസത്തെക്കുറിച്ച്. വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ശബ്ദാദികളെ ഗ്രഹിക്കുമ്പോഴും യതിയുടെ മനസ്സ് തന്നിൽ തന്നെ ഇരിക്കുന്നു. താനെന്ന് പറയുമ്പോൾ സാധാരണ ജീവന്മാരെ പോലെ അത് ശരീരനിഷ്ഠമായിട്ടല്ല. ഞാനെന്ന് സങ്കല്പിച്ചാൽ ഒരുവന് ശരീരത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും. ശരീരബോധത്തോടുകൂടിയേ ഞാനെന്ന് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയൂ, സ്മരിക്കാൻ കഴിയൂ. ആ ഒരു സ്ഥാനത്താണ് ആ ഭാവനയെ മാറ്റുന്നതിന് വേണ്ടി മറ്റൊരു ഭാവനയെ കൊണ്ടുവരുന്ന യതി. അതാണ് ഇവിടെയെല്ലാം ന ജായതേ മ്രിയതേ എന്ന് തുടങ്ങി ആത്മതത്വത്തെ ഇങ്ങനെ നിരന്തരം ഉപദേശിക്കുന്നത് അത്തരം ഒരു ഭാവന നിർത്താൻ വേണ്ടിയിട്ടാണ്. താൻ ജനിക്കുന്നവനും മരിക്കുന്നവനുമാണെന്ന് കരുതുന്നതിന്റെ സ്ഥാനത്ത് തന്നെ കുറിച്ച് ജനന മരണങ്ങളില്ലാത്തവനാണ്, അജ, നിത്യ, സർവഗത, സ്ഥാണു, ഈ തരത്തിലുള്ള ശബ്ദങ്ങൾ കൊണ്ട് ഒരുവൻ തന്നെ ഗ്രഹിക്കുന്നു. മനസ്സ് ആത്മനിഷ്ഠമായിരിക്കുന്നു. അപ്പൊ തന്നെ ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. തന്നെ ഗ്രഹിക്കുന്നത് ഭൗതികമായി എന്തൊക്കെയുണ്ടോ അതിൽ നിന്നെല്ലാം വിപരീതമായി ഗ്രഹിക്കുന്നു. ഭൗതികമായ രീതിയിൽ തന്നെ കുറിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജനിക്കുന്നവനും മരിക്കുന്നവനുമാണെന്നുമല്ല, അതിനുള്ള വിപരീത ഭാവനയിലൂടെ തന്നെ ഗ്രഹിക്കുന്നു. ഇതല്ല, മറിച്ച് നിത്യനാണ് എന്ന്. അതായത് ബാഹ്യമായി എങ്ങനെയാണോ നേതി സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് ഗ്രഹിക്കുന്ന അതുപോലെ ആന്തരികമായി തന്നെ കുറിച്ച്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് താൻ കാണുന്നതിനെ കുറിച്ച് ഗ്രഹിക്കുന്നു, മറ്റൊന്ന് കാണുന്നവനെ കുറിച്ച് ചിന്തിക്കുന്നു. കാണുന്നത് സത്യമല്ലെന്നും അല്ലെങ്കിൽ അത് സർവ്വ സത്യമാണെന്നും ഗ്രഹിക്കുന്നു. മറിച്ച് കാണുന്നവൻ, അറിയുന്നവൻ, പ്രവർത്തിക്കുന്നവൻ അവൻ സത്യമാണ്. അവനീ നശിക്കുന്നതൊന്നുമല്ല, ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല. ആത്മാവ് എന്നൊരു ശബ്ദം കൊണ്ട് മാത്രമാണ്. ആത്മാവെന്നുള്ളൊരു ശബ്ദം കൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും ഗ്രഹിക്കാൻ പറ്റത്തില്ല. ആത്മാവെന്നുള്ള ഒരു ശബ്ദത്തിന് ആത്മാവിനെ ബോധിപ്പിക്കാൻ ശക്തിയില്ല. ആത്മാവെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് പ്രത്യേകിച്ച് ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമല്ല, നമ്മളറിയാത്ത എന്തോ ഒന്നിനെ ബോധിപ്പിക്കുന്ന ഒരു ശബ്ദമായിട്ടാണ് ആത്മാവിനെ നമ്മൾ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ശബ്ദത്തിലൂടെയല്ല ഗ്രഹിക്കുന്നത്. ആ ശബ്ദം നിഷേധിച്ചിട്ട് ശേഷിപ്പിക്കുന്ന എന്തോ ഒന്ന്, അല്ലെങ്കിൽ സത്യം, ആനന്ദം, അറിവ് തുടങ്ങിയ ശബ്ദങ്ങളിലൂടെ നമുക്ക് പരമാവധി ബോധിക്കാവുന്നതാണ്. അതിനെ ആത്മനിഷ്ഠമായി ബോധിച്ചുകൊണ്ട് കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. തന്നെ സ്വയം അറിയാൻ ശ്രമിച്ചുകൊണ്ട് കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. തന്നെ എന്തൊക്കെയായിട്ടാണോ താൻ അറിഞ്ഞുകൊണ്ടിരുന്നത് അതിനെല്ലാം തിരസ്കരിച്ചുകൊണ്ട് അയാൾ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നു. ആണ് ആത്മനിഷ്ഠമായ ചിന്ത എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ടു തരത്തിലും, ഈ രണ്ട് രീതിയിലായാലും അവിടെ ഈശ്വര സ്മരണയാണ് അയാൾ നിലനിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഈ രണ്ടു തരത്തിലുള്ള ചിന്തയ്ക്കും കഴിയാത്തവരുമുണ്ട്. ഇതിവിടെ ഗീതയിൽ മുഖ്യമായി പറയുന്നതാണ്. ഇത് രണ്ടു തരത്തിലും ചിന്തിക്കാൻ കഴിയാത്തവരുണ്ട്.
കർമ്മമണ്ഡലത്തിലേക്ക് വരുന്നു, കർമ്മത്തിൽ നിൽക്കുന്നു. അവർക്ക് ആത്മഭാവന അത് ആത്മനിഷ്ഠമായിട്ടോ വിഷയനിഷ്ഠമായിട്ടോ നിലനിർത്താൻ കഴിയത്തില്ല. അങ്ങനെ ചിന്തിക്കുന്നതിനുള്ള മാനസികമായ ഏകാഗ്രതയും മനസ്സിനതിനുള്ള ദാർഢ്യവും ക്ഷമതയും അതുമില്ലാത്തവരുണ്ട്. അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടി മൂന്നാമത്തെ വഴി ഗീതയിൽ പറയുന്നുണ്ട്. ഈശ്വരനെ വിഷയങ്ങളിൽ കാണണ്ട, അല്ലെങ്കിൽ വിഷയത്തെ നിഷേധിച്ചുകൊണ്ട് ഈശ്വരനെ കാണണ്ട, ഈശ്വരനെ തന്നിൽ കാണണ്ട, അല്ലെങ്കിൽ തന്റെ സഹജമായ പ്രാകൃതമായ ബോധങ്ങളെയൊക്കെ നിഷേധിച്ചുകൊണ്ട് തന്നെ ഈശ്വരനെ കാണണ്ട. അതിന് ശേഷിക്കുന്നില്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഈശ്വരനെ കുറിച്ച് ഏത് തരത്തിലുള്ള സ്മരണയാണോ ഉള്ളത് ആ സ്മരണയ്ക്കനുസരിച്ച് നിരന്തരം ഈശ്വരഭാവനയെ വളർത്തുക. ഈ പറയുന്ന തരത്തിലുള്ള മാനസിക അഭ്യാസങ്ങളൊന്നും കൂടാതെ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഈശ്വരനെ എങ്ങനെ കാണും? ഏത് രൂപത്തിൽ ഏത് ഭാവത്തിലാണോ കാണുന്നത് ആ രൂപത്തിലും ഭാവത്തിലും ഈശ്വരനെ കണ്ടിട്ട് സാധാരണ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. യതിമാർക്കല്ല, സാധാരണ മനുഷ്യർക്ക്. അവര് പുഷ്പഫലാദികളെ കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു. ഈശ്വരനെ അന്യനായി കണ്ടു തന്നെയാണ് ആരാധിക്കുന്നത്. അവർക്ക് അതിനെ കഴിയുന്നുള്ളൂ. അത് ദോഷമുള്ളതല്ല, മറിച്ച് അത് പ്രോത്സാഹിപ്പിക്കും. ഇതും ഈ ആത്മതത്വത്തെ അതിന്റെ ഏറ്റവും പരമോന്നതമായ രീതിയിൽ വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും എല്ലാം ചെയ്യുന്ന ഗ്രന്ഥങ്ങളിൽ പോലും പറയുന്ന ഉപദേശം ഇതാണ്. ഒരാൾക്ക് ഏതിലാണോ തൽക്കാലം ശ്രദ്ധയുള്ളത് ആ ശ്രദ്ധയെ നശിപ്പിക്കരുത്. അത് എത്രയും പ്രാകൃതമോ അപരിഷ്കൃതമോ ആയിക്കൊള്ളട്ടെ, ആ ശ്രദ്ധയെ നശിപ്പിക്കാതെ അയാൾ മുമ്പോട്ട് കൊണ്ടുപോകണം. ആ ശ്രദ്ധയെ നശിപ്പിച്ച് പുതിയ ഒന്നിനെ ചൂണ്ടിക്കാണിക്കരുത്. അത് അപകടമാണ്. അജ്ഞസ്യ അല്പപ്രബുദ്ധസ്യ സർവം ബ്രഹ്മേതിയോ വദേ. അപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് സർവം ബ്രഹ്മമാണ് എന്ന് പറയരുത്. മഹാനിരയജാലേഷു സതേന വിനിയോജിത. ഇതും വസിഷ്ഠൻ രാമനോട് പറയുന്നതാണ്. അതവരെ നരകത്തിൽ തള്ളിയിടുന്നതിന് തുല്യമായിരിക്കും. പക്ഷെ പറയുന്നവനത് ഗ്രഹിച്ചിരിക്കണം. സത്യം എന്താണ്? എന്നിട്ട് കേൾക്കുന്നവന്റെ അധികാരിത്വത്തിനനുസരിച്ച് അവന് ഉപദേശം കൊടുക്കണം. അല്ലെങ്കിൽ അവൻ രണ്ടും നഷ്ടപ്പെടും, ഉഭയഭ്രഷ്ടനായിത്തീരും. അവൻ നിൽക്കുന്നിടത്ത് അവന് ഉറച്ചു നിൽക്കാനും കഴിയത്തില്ല, അവൻ ആഗ്രഹിക്കുന്നത് അവന് പിടിക്കാനും കഴിയത്തില്ല. അങ്ങനെ വരും. അതുകൊണ്ട് ഗൗണമായ ഈശ്വരാരാധന അതിന് മാത്രം കഴിവുള്ളവന് അവന് ബുദ്ധിഭേദം ഉണ്ടാക്കാതെ അവനെ അതിലൂടെ മുന്നോട്ട് നയിക്കണം. അതിൽ തളച്ചിടരുത്, അത് മറ്റൊരു കാര്യം. അവൻ അവിടെ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകണം. അവനെ പടിപ്പടിയായി ഉയർത്തി കൊണ്ടുവരണം. അതിനാണ് നമ്മുടെ ആചാര്യന്മാർ ഉപാസന മാർഗങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള ഉപായം അതാണ്, ആ ഗുണഭക്തിയാണ്. അവന്റെ ഈശ്വര സങ്കല്പം അവന്റെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, അവന്റെ കാമനകളെ നശിപ്പിക്കുന്നു. ആ ഈശ്വര സങ്കല്പം എത്രമാത്രം പ്രാകൃതമായാലും അതുകൊണ്ട് ദോഷമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും പുണ്യമാണ്. അതുകൊണ്ട് അദ്വൈതം കൊണ്ടേ ഒരാൾ രക്ഷപ്പെടും. അദ്വൈതം തന്നെ ഒരുവനെ ബോധിപ്പിക്കണം എന്നൊന്നുമില്ല. അദ്വൈതത്തിന് അധികാരികൾ വിരളമാണ്, സുദുർലഭ എന്നാണ് ഭഗവാൻ പറയുന്നത്. ദ്വൈതത്തിലാണ് അധികാരികൾ കൂടുതൽ.
അതുകൊണ്ടാണ് അദ്വൈതം ദ്വൈതത്തെ ഉൾക്കൊണ്ടിരിക്കുന്നത്. അദ്വൈതം ഒരിക്കലും ദ്വൈതത്തിനെതിരല്ല. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുള്ളതാണ്. ദ്വൈതത്തിലൂടെ അദ്വൈതത്തിലെത്താൻ പറ്റും. അദ്വൈതം ദ്വൈതത്തെ ആശ്രയിക്കുന്നു, ദ്വൈതം അദ്വൈതത്തെ ആശ്രയിക്കുന്നു. ഒരു സാധന എന്നുള്ളതാണ്. രണ്ടും പരസ്പരം ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടും ചർച്ച ചെയ്യപ്പെടുന്നതും അനുഷ്ഠിക്കുന്നതും ദ്വൈതത്തിലാണ്, അദ്വൈതത്തിലല്ല. ചോദ്യം വാ പരിഹാരോ ക്രിയതാം ദ്വൈത ഭാഷ. നമ്മുടെ പ്രശ്നങ്ങളും സമാധാനങ്ങളും എല്ലാം ദ്വൈതത്തിലാണ്. അതുകൊണ്ട് ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്ന വിഷയം ഒരധികാരിയുടെ നില അനുസരിച്ച് വേണം ഗ്രഹിക്കേണ്ടതും ഉപദേശിക്കേണ്ടതും. കാരണം ഈ ഇന്ദ്രിയ നിഗ്രഹം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലരും ഇതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പലരും ചോദിക്കും, എങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം എന്ന് പറയുന്ന ഒരു വിഷയം സമൂഹത്തിനോട് പറയാൻ പറ്റും? സമൂഹത്തിനോട് ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ മര്യാദയ്ക്ക് ജീവിക്കണമെന്നേ അതുകൊണ്ട് അർത്ഥമാക്കുന്നു. തല്ലുവാങ്ങാതെ ജീവിക്കുക, അതാരോടും പറയാമല്ലോ. അതേ ഉള്ളൂ ഇന്ദ്രിയ നിഗ്രഹം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ആത്യന്തികമായി യതിമാരെ സംബന്ധിച്ചും അത് തന്നെ, അക്കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ വലിയ ഫിലോസഫിയൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രാഥമികമായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, തടി രക്ഷിക്കണം. അതിനുള്ള ഇന്ദ്രിയ നിഗ്രഹമെങ്കിലും കയ്യിൽ വേണം. അതാണ് ഇവിടെയും പറയുന്നത്. കുറച്ച് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നു. കാരണം ഇവിടെ പറയുന്ന സ്ഥിതപ്രജ്ഞനെ കുറിച്ചാണ്, പാമരനെ കുറിച്ചല്ല. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹം ഏത് തലത്തിലായാലും ശരി, വിദ്വാനായാലും ശരി, പാമ്പനായാലും ശരി, അവരവരുടെ തലത്തിൽ അത് ആവശ്യമുണ്ട്. അതിന്റെ പ്രാഥമികമായ പാഠങ്ങൾ എല്ലാവരും സ്വീകരിക്കണം. അതിന്റെ ഉപരിപാഠങ്ങളാണ് ഇവിടെ പറയുന്ന തത്വജ്ഞാനവും മറ്റും വരുന്ന ഭാഗം. എവിടെയായാലും അതിന് വിവേകം വേണം. പ്രാഥമികമായി ധർമാധർമ്മ വിവേകത്തിലൂടെയാണ് ഒരാൾ ഇന്ദ്രിയ നിഗ്രഹത്തെ സാധിക്കുന്നത്. ഉപരിതലത്തിലോ ആത്മാനാത്മ വിവേകത്തിലൂടെ ഇന്ദ്രിയ നിഗ്രഹത്തെ സാധിക്കുന്നു. ആത്യന്തികമായ ആ ഇന്ദ്രിയ നിഗ്രഹം ആത്മാനാത്മ വിവേകത്തിലൂടെയാണ് സാധിക്കുന്നത്. ഈശ്വരഭക്തിയിലൂടെ അത് സാധിക്കുന്നു. ഈശ്വരഭക്തിയും വാസ്തവത്തിൽ ഈശ്വരഭക്തിയും ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ഈശ്വരനോട് ഭക്തി ജീവനുണ്ടായിട്ട് ഈശ്വരൻ അതുകൊണ്ട് നേട്ടമൊന്നുമില്ല. ഈശ്വരൻ എന്താ നേട്ടം? ഭക്തന്മാരുടെ എണ്ണം കൂടുന്നതുകൊണ്ട് ഈശ്വരന് പ്രത്യേകിച്ച് കൂടുതൽ ഓട്ടൊന്നും കിട്ടത്തില്ല. ഈശ്വരന് വേണ്ടി താൻ ഭക്തനാകുന്നു എന്നാണ് ജീവൻ കരുതുന്നത്. വിശേഷ പ്രയോജനമൊന്നുമില്ല ഈശ്വരൻ. ജീവനെ അതെങ്ങനെ സഹായിക്കുന്നു? അവന്റെ മനസ്സിൽ വരുന്ന കേവലമായ ഭക്തി. ജീവനെ അത് സഹായിക്കുന്നത് ഇന്ദ്രിയ നിഗ്രഹത്തിനാണ്. ഭക്തി അപ്പോൾ ഒരുവൻ ഭക്തനാണെന്ന് പറയുകയും അയാളിൽ ഇന്ദ്രിയ നിഗ്രഹം ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ ഭക്തനാണെന്ന് ഭാവിക്കുകയും അയാളിൽ വിവേകമില്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, പല ഭക്തന്മാരും പറയുന്നതാണ്, ഞാൻ ഭക്തനാണ് അതുകൊണ്ട് എനിക്ക് വിവേകം വേണ്ടെന്നാണ്. വിവേകം എന്ന് വെച്ചാൽ ജ്ഞാനം. ഭക്തനല്ലേ, ഭക്തനെന്തിനാ ജ്ഞാനം, ഭക്തനെന്തിനാ വിവേകം എന്നാ ചോദിക്കുന്നു. അപ്പൊ ഭക്തിയെക്കുറിച്ച് വേറെന്താണ് ധരിച്ചിരിക്കുന്നത്? വിവേകശൂന്യമായ ഭക്തി. അതാണ് ശരിയായ ഭക്തി എന്ന് പറയുന്നത്. വിവേകം ഭക്തിക്ക് തടസ്സമാണ് എന്നുവരെ കരുതുന്നവരുണ്ട്. അവിടെയൊന്നും ഭക്തിയില്ല.
മനസ്സിന് ചെറിയ ലൂസ് വന്നാലും അതിനെ ഭക്തിയെന്ന് ചില ധരിക്കും. ശരി പിരി ഇളക്കും, അത് ഭക്തിയാണെന്ന് പറഞ്ഞ് അതും കൊണ്ട് നടക്കുന്നവരുണ്ട്. അവിടെ പിന്നെ വിവേകം ഉണ്ടാകത്തില്ല, വിവേകം നഷ്ടപ്പെട്ടു. ഇവിടെ അതല്ല, ആധ്യാത്മിക സാധന എന്നുള്ളതിലേക്ക് ഭക്തി അത് വിവേകത്തോടു കൂടിയതാണ്. വിവേകമില്ലാതെ ഭക്തിയില്ല, ജ്ഞാനമില്ലാതെ ഭക്തിയില്ല, ഭക്തിയില്ലാതെ ജ്ഞാനമില്ല. അതിന്റെ ആരംഭത്തിലും ഇതിന്റെ അവസാനത്തിലും ഇത് വാസ്തവത്തിൽ ഒന്നാണ്. രണ്ടും രണ്ടല്ല. വിവേകം ഉള്ളിടത്തേ ഭക്തി ഉണ്ടാവും, ഭക്തി ഉള്ളിടത്തേ വിവേകം ഉണ്ടാവും. രണ്ടു തരത്തിലുള്ള സാധനാ മാർഗം എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. ഒന്നാണ്. തുടക്കത്തിലും ഒടുക്കത്തിലും ഇതൊന്നുമല്ല. വളരെ ലളിതമായി ചിന്തിച്ചാൽ മനസ്സിലാകും. ഈശ്വരനെ കുറിച്ചുള്ള ബോധമില്ലാതെ ഈശ്വരനെങ്ങനെ ഒരാൾക്ക് ഭക്തി ഉണ്ടാകും? ഈശ്വരനെ കുറിച്ച് അവന്റെ മനസ്സിലൊരു സങ്കല്പം, ഒരറിവ് ഉണ്ടാകാതെ ഒരുവനെ എങ്ങനെ ഈശ്വരനെ ആരാധിക്കാൻ പറ്റും? ഈശ്വരനെ കുറിച്ച് അവന്റെ മനസ്സിലുണ്ടാകുന്ന ആ സങ്കല്പം അത് തന്നെയാണ് അവന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന പ്രാഥമികമായ വിവേകം. അതൊരു പക്ഷെ പരിഷ്കൃതമല്ലായിരിക്കാം, എന്നാലും അവിടെ ഒരു വിവേകമുണ്ട്. അതിനെ നിഷേധിച്ചിട്ട് പിന്നെ ഭക്തി ആരാധന അത് സാധ്യമല്ല. ആരാധനയ്ക്ക് ആശ്രയമായിട്ട് ആദ്യം ആ വിവേകം നിൽക്കണം. ആ വിവേകം ഇല്ലാത്തവന് ഭക്തി വരത്തില്ല. അപ്പൊ ഭക്തി വരാതെ ഭക്തി ഉണ്ടെന്ന് ഭാവിക്കുകയാണ് ചെയ്യുന്നത് വിവേകത്തെ നമ്മൾ നിഷേധിക്കുമ്പോൾ. അതുകൊണ്ടിത് ക്രമികമായി വർദ്ധിക്കുന്നതാണ്. എവിടെ വിവേകം വർദ്ധിക്കുന്ന അവിടെ ഭക്തിയും വർദ്ധിക്കും, ഭക്തി എവിടെ വർദ്ധിക്കുന്ന അവിടെ വിവേകവും വർദ്ധിക്കും. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് തന്നെ രണ്ട് ഭാവത്തിൽ പ്രകടമാകുന്നതാണ്. അതും ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. ഇനി ഇതൊന്നും കൂടാതെ ഇന്ദ്രിയ നിഗ്രഹം ചെയ്യുന്ന മറ്റു ചിലരുണ്ട്. പല അഭ്യാസങ്ങൾ ചെയ്തുകൊണ്ട് അതും ഇന്ദ്രിയ നിഗ്രഹത്തിനുള്ള ഒരു ഉപായമാണ് യോഗാഭ്യാസങ്ങളും മറ്റും. വളരെ ക്ലിഷ്ടമായ മാനസിക അഭ്യാസങ്ങളിലൂടെ മനസ്സിനെ നിരോധിച്ച് ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതിനെയും ഒരു പരിധിവരെ സ്വീകരിക്കുന്നുണ്ട്, നിഷേധിക്കുന്നില്ല. കൃച്ഛ്രം, ചാന്ദ്രായണം തുടങ്ങിയ തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട് ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടി. കായക്ലേശങ്ങളെ ഉണ്ടാകുന്ന തപസ്സുകൾ, അതിനെയും ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട് ഒരു പരിധിവരെ. മഹാപാപിയാണെങ്കിൽ കഠിനമായ തപസ് ചെയ്യണം, എന്നാലും അവന്റെ പാപം നശിക്കത്തുള്ളൂ. എത്ര തീവ്രമായി പാപം ചെയ്തിട്ടുണ്ടോ അത്രയും തീവ്രമായി പരിഹാരം ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ള അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിലെല്ലാം ഓരോ പാപത്തിനും ഓരോ പരിഹാരം പറയും. പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്യാൻ പറയും. എന്തിന്? സ്വന്തം ശരീരത്തെ ഉമിയിൽ നീറ്റാനും പറയും. ഇതൊക്കെ പ്രായശ്ചിത്തമായി പറയുന്നുണ്ട്. എന്തുകൊണ്ട്? പാപം കഠിനമാകും. അത്തരം തീവ്രമായ തപസ്സുകൾ, പാപബോധം ദൃഢമായിട്ടുള്ള മനുഷ്യന് വേണ്ടി പറയുന്നുണ്ട്. അതും ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഏതു തരത്തിലായാലും ആത്മതത്വത്തെ ബോധിപ്പിക്കുന്നതും ആത്മസാധനങ്ങളെ ബോധിപ്പിക്കുന്നതും എല്ലാം ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പം നിർദ്ദേശിക്കുന്നത് സ്ഥിതപ്രജ്ഞ യതിക്ക് നിർദ്ദേശിക്കുന്നത് എന്താണ്? അനാത്മ വിവേകത്തിലൂടെ ഇന്ദ്രിയ നിഗ്രഹത്തെ കൈവരിക്കാനാണ്. ഇത് ഭാഷ്യകാരൻ പല ഭാഗങ്ങളിലും പറയും. മറ്റുപനിഷത്ത് ഭാഷ്യങ്ങളിൽ ഈ ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്തെല്ലാം പറയും. ഒരു യതി ഇന്ദ്രിയ നിഗ്രഹത്തെ വിവേകത്തിലൂടെ സാധിക്കണം. പ്രത്യേകിച്ച് ഇന്നത്തെ ചുറ്റുപാടുകളിൽ സമൂഹത്തിന്റെ മധ്യത്തിൽ ജീവിക്കുമ്പോൾ
ഇന്ദ്രിയ നിഗ്രഹത്തിന് അതല്ലാതെ വേറൊരു മാർഗമില്ല. ആ വിവേകത്തെ നഷ്ടപ്പെടുത്താതെ, ആ വിവേകത്തെ നിലനിർത്തുന്നതിന് സത്സംഗമല്ലാതെ വേറെ മാർഗമില്ല. ആ സത്സംഗത്തെ മനസ്സിൽ നിലനിർത്തി, സത്സംഗം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുമായിട്ടുള്ള സംഘമാണ്, തത്വങ്ങളുമായിട്ടുള്ള സംഘമാണ്. മനസ്സിന് ആ തത്വങ്ങളുമായിട്ടുള്ള സംഘത്തെ മനസ്സിൽ നിരന്തരം നിലനിർത്തി വിവേകത്തെ ദൃഢപ്പെടുത്തി ഈ വിഷയങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്നും മുക്തി നേടുക. അതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. വിഷയപ്രലോഭനങ്ങളിൽ നിന്നുള്ള മനസ്സിനുണ്ടാകുന്ന ആ മുക്തി അതാണ്. അതാണ് മനസ്സിന്റെ സ്വച്ഛന്തമായ ജീവൻ മുക്തന്റെ നില. സാധാരണ ഒരു മനുഷ്യന്, ഒരു സാധകന്, മനുഷ്യനെന്ന് പറയേണ്ട, ഒരു യതിക്ക, ഒരു സാധകന് അവന്റെ സാധന മാർഗത്തിൽ വീഴ്ചകൾ പറ്റും, തെറ്റുകൾ സംഭവിക്കും, സ്വാഭാവികമാണ്. പക്ഷെ അവൻ അതിൽ പശ്ചാത്തപിക്കും. അങ്ങനെ സംഭവിച്ചു പോയല്ലോ, തെറ്റുകൾ വന്നുപോയല്ലോ എന്ന് സംഭവിക്കും. അതിന് വരാതിരിക്കാൻ പാടില്ല എന്നും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. നടന്നില്ലെന്ന് വരും, പക്ഷെ ആഗ്രഹിക്കും. അവന്റെ മനസ്സിൽ പശ്ചാത്താപം കാണും. പക്ഷെ സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം, സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത് എന്താണ്? അത്തരം പശ്ചാത്താപങ്ങൾ ഇല്ലാത്ത മനസ്സ്, എന്നുവെച്ചാൽ കുറ്റം ചെയ്യാത്ത മനസ്സതാണ്. വീഴ്ച പറ്റിയിട്ട് അതിനെക്കുറിച്ച് പരിതപിക്കുന്ന മനസ്സല്ല സ്ഥിതപ്രജ്ഞന്റെ. ഒരു വീഴ്ച പറ്റിയവനാണെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് അവൻ കരകയറി പരിഹരിച്ചു കഴിഞ്ഞാലും അവന്റെ മനസ്സിലൊരു കുത്ത് കാണും ഇടയ്ക്കിടയ്ക്ക്. വീഴ്ചയെ അവന് വിസ്മരിക്കാൻ ഒക്കത്തില്ല. പൂർവ്വസ്മരണ ഏതെങ്കിലും സമയത്ത് അവന്റെ മനസ്സിൽ കടന്നു വരും. അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് വിചാരിക്കും. അങ്ങനെ പറ്റിയതൊരു സുഖമാണെന്ന് കരുതുന്നില്ലെങ്കിൽ അങ്ങനെ വിചാരിക്കും, അങ്ങനെ പറ്റിപ്പോയല്ലോ. സ്ഥിതപ്രജ്ഞൻ അങ്ങനെയല്ല. സ്ഥിതപ്രജ്ഞന്റെ മനസ്സിൽ പശ്ചാത്താപമില്ല, വീഴ്ചകളെ കുറിച്ചുള്ള സ്മരണയില്ല, വീഴ്ചകൾ സംഭവിക്കുന്നില്ല. അതാണ് സ്ഥിതപ്രജ്ഞന്റെ മനസ്സ്. അതാണ് ഇവിടെ പറയുന്നത് സർവശഃ, സർവപ്രകാരത്തിലും സർവ വിഷയങ്ങളിൽ നിന്നും അവന്റെ മനസ്സ് വിമുക്തമായിരിക്കുന്നു. അതാണ് അവന്റെ മനസ്സിലൊരിക്കലും സംഭവിച്ച കാര്യങ്ങളിൽ കുറിച്ചുള്ള വ്യാകുലത അറിഞ്ഞോ അറിയാതെയോ കടന്നു വരത്തില്ല. അതിൽ നിന്നെല്ലാം മുക്തന. അതാണ് മുക്തി എന്ന് പറയുന്നത്. മനസ്സിന്റെ മുക്തി അതാണ്. ആത്മാവിന്റെ മുക്തി എന്ന് പറയുന്നത് ആത്മാവ് തന്നെ. ഇവിടെ മുക്തി വരേണ്ടത് മനസ്സിനാണ്. ആത്മാവിന് മുക്തി ഉണ്ടാക്കേണ്ട കാര്യമില്ല, അത് മുക്തം തന്നെ. പക്ഷെ മനസ്സിന് മുക്തി വരണം. സാധന എന്ന് പറയുന്നത് മനസ്സിന്റെ മുക്തിക്ക് വേണ്ടിയിട്ടാണ്, ആത്മാവിന്റെ മുക്തിക്ക് വേണ്ടിയാണെന്ന് ധരിച്ചുള്ളത്. ആത്മാവ് നിത്യമുക്തം എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. പ്രജ്ഞയുടെ മുക്തിയാണ്. അതാണ് ഇവിടെ പറഞ്ഞ സ്ഥിതപ്രജ്ഞൻ. പ്രജ്ഞയ്ക്കാണ് മുക്തി വരേണ്ടത്. ഒരു തെറ്റ് ചെയ്തു പോയല്ലോ എന്ന് പ്രജ്ഞയിൽ വരാതിരിക്കുക, അതവിടെ സംഭവിക്കുന്നില്ല. വീഴ്ച പറ്റിയല്ലോ എന്ന് കരുതാതിരിക്കുക, അത് സംഭവിക്കുന്നില്ല. അതാണ് പ്രജ്ഞാസ്ഥൈര്യം എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന സർവശഃ സർവപ്രകാരേഹി, എല്ലാ തരത്തിലും അവന്റെ മനസ്സ് മുക്തമായിരിക്കണം. എല്ലാ വിഷയങ്ങളിൽ നിന്നും അവന്റെ മനസ്സ് മുക്തമായിരിക്കണം. നേരത്തെ ചോദിച്ചുള്ള അശാന്തസ്യ കുതസ്വം, അവന്റെ മനസ്സ് ശാന്തമായിരിക്കണം. കുറ്റബോധങ്ങളില്ലാതെ അവന്റെ മനസ്സ് ശാന്തമായിരിക്കണം.
അവിടെയാണ് ആ മനസ്സിനെ സുഖമുള്ളൂ, ആ മനസ്സിനെ മുക്തിയുള്ളൂ. ആ മനസ്സിന്റെ മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തെ ഒരു സാധനയായി ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. തസ്യപ്രജ്ഞ പ്രതിഷ്ഠിത, അതാണ് പ്രജ്ഞയുടെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്, ഉറച്ചിരിക്കുക. അവന്റെ മനസ്സിൽ കുറ്റബോധം വരത്തില്ല. അപ്പൊ അവന്റെ ഭൂതകാലം ചോദ്യം വരും. എങ്ങനെ ഭൂതകാലത്തെ വിസ്മരിക്കാൻ പറ്റും? ജനിച്ചപ്പോഴേ അവന് സ്ഥിതപ്രജ്ഞ ഇല്ലല്ലോ. അവൻ സ്ഥിതപ്രജ്ഞയെ പറയുന്നു, പൗരുഷം വേണോ, ആർജിക്കണമെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ആർജിക്കുന്നതിന് മുമ്പ് ഒരു കാലം ഉണ്ടായിരുന്നു. സ്ഥിതപ്രജ്ഞ എങ്ങനെ അതിനെ കാണും എന്ന് ചോദിക്കും. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭൂതമില്ല. അപ്പൊ ചോദിക്കും, അപ്പൊ ഭാവിയോ എങ്ങനെയായിരിക്കും? ഭാവിയും ഇല്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും വർത്തമാനത്തിലായിരിക്കും. വർത്തമാനവും ഇല്ല. അതാണ് സ്ഥിതപ്രജ്ഞത. ഈ വർത്തമാനം എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടം പിടിച്ചത്. കാരണം ഭൂതവും ഭാവിയും വന്ന് കൂടിച്ചേരുന്ന സ്ഥലമാണ്. രണ്ടും വന്ന് കൂട്ടിമുട്ടുന്ന സ്ഥലമാണ് വർത്തമാനം. വർത്തമാനത്തിലാണ് ഈ ഭൂതഭാവികൾ, ഭാവി ഉത്കണ്ഠ ഉണ്ടാക്കുന്നതും ഭൂതം വേട്ടയാടുന്നതും വർത്തമാനത്തിലാണ്. അതുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം അതുമില്ല, വർത്തമാനവും. അതുകൊണ്ട് തന്നെ ആ പ്രജ്ഞ സ്ഥിരമായിരിക്കുന്നു. അതിന് മുഖ്യമായ ഉപായം ഇതാണ്, ഇന്ദ്രിയ നിഗ്രഹം. അതിന് മുഖ്യമായിട്ടുള്ള ഉപായം വിവേകം. അപ്പൊ ഇന്ദ്രിയ നിഗ്രഹം വിവേകത്തിലൂടെ സാധിക്കും. അതാണ് ഗീത കൊടുക്കുന്ന ഉപദേശം. അത് നമ്മളെ മനസ്സിരിക്കേണ്ടതാണ്. ഇനി ആ ശ്ലോകത്തിൽ നോക്കുക. മഹാബാഹു. മഹാബാഹു എന്ന് പറയുന്ന ആ സംബോധന അർജുനനെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അർജുനന്റെ ആ പൗരുഷത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. നിനക്കതിന് കഴിയും, നീ ശ്രമിച്ചാൽ മതി എന്ന് ഭഗവാൻ ബോധിപ്പിക്കുകയാണ്. തസ്മാ, ഇന്ദ്രിയ നിഗ്രഹം കൂടിയേ തീരൂ എന്നുള്ളതുകൊണ്ട് യസ്യ ഏതൊരുവന്റെയാണോ, ഏതൊരു യതിയുടെയാണോ സർവശഃ എല്ലാ പ്രകാരത്തിലും ഇന്ദ്രിയാർത്ഥേഭ്യ ഇന്ദ്രിയാണി നിഗ്രഹീതാനി, ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും നിഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് തസ്യ ആ യതിയുടെ പ്രജ്ഞ പ്രതിഷ്ഠിതമായിരിക്കുന്നു. തസ്മാത് യസ്യ മഹാബാഹോ നിഗ്രഹീതാനി സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അടുത്ത ഭാഷ്യം നോക്കുക. യതോ ഹി ഇത്യാദി ശ്ലോകാഭ്യാം ഉക്തസ്യവർത്ഥസ്യ പ്രകൃതശ്ലോകാഭ്യാമപി കഥ്യമാനത്വാദ് അസ്തി പുനരുദ്ധരിത്യാശങ്ക്യ പരിഹരതി. ഇവിടെ മൊത്തത്തിൽ ഇതിന്റെ താല്പര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയാണ്.
ഇതുവരെ പറഞ്ഞു വന്ന ഭാഗങ്ങൾ ഒരു പ്രകരണത്തെ ഉപസംഹരിച്ചു എന്ന് കാണിക്കുകയാണ്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. ഈ പറയുന്ന ഭാഗം മുതൽ ഇനി ആ സ്ഥിതപ്രജ്ഞ വേറെ തരത്തിൽ അവതരിപ്പിക്കുകയാണ്. യോയം ലൗകികോ വൈദികശ്ച വ്യവഹാരം. സ ഉത്പന്ന വിവേകജ്ഞാനസ്യ സ്ഥിതപ്രജ്ഞസ്യ അവിദ്യാകാരിത്വാദ് അവിദ്യാനിവർത്തോ നിവർത്തതേ. അവിദ്യായാശ്ച വിദ്യാവിരോധാ നിവൃത്തി ഇത്യേതം അർത്ഥം സ്ഫുടീകുർവൻ ആഹ. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നു, യോയം ലൗകികോ വൈദികശ്ച വ്യവഹാരം. വ്യവഹാരം എന്ന് വെച്ചാൽ പ്രവൃത്തി. രണ്ടു തരത്തിലുണ്ട്, ലൗകികവും വൈദികവുമായിട്ടുള്ള ലോകവ്യവഹാരങ്ങളും ശാസ്ത്ര വ്യവഹാരങ്ങളും. വൈദിക വ്യവഹാരം എന്ന് പറയുമ്പോൾ യാഗാദി കർമ്മങ്ങൾ, ലൗകിക വ്യവഹാരം എന്ന് പറയുമ്പോൾ കൃഷികാര്യങ്ങളും മറ്റും. ഈ രണ്ടു തരത്തിലുള്ള പ്രവൃത്തികളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ ഉത്പന്ന വിവേകജ്ഞാനസ്യ സ്ഥിതപ്രജ്ഞസ്യ. വിവേകജ്ഞാനമുണ്ടായ സ്ഥിതപ്രജ്ഞന് അവിദ്യാകാര്യത്വാ അവിദ്യാനിവൃത്തവും നിവൃത്തത. ഇതെല്ലാം അവിദ്യാകാര്യമാണ്. സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതെല്ലാം നിവർത്തിക്കുന്നു, കർമ്മങ്ങൾ നിവർത്തിക്കുന്നു. അവിദ്യയെ നിവർത്തിക്കുന്നു. അവിദ്യായശ്ച വിദ്യാവിരോധ നിവൃത്തി. വിദ്യയ്ക്ക് വിരോധമുള്ളതുകൊണ്ട് അവിദ്യയെ നിവർത്തിക്കുന്നു. ഇത്യേതമർത്ഥം സ്ഫുടീകുർവനഃ. ആശയത്തെ സ്പഷ്ടമാക്കിക്കൊണ്ട് ഇവിടെ പറയുകയാണ്, യാ നിശാ സർവഭൂതാനാം. ഇവിടെ പറയുന്നത് കർമ്മങ്ങൾ സ്ഥിതപ്രജ്ഞനിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നു എന്നാണ്. എല്ലാ തരത്തിലുള്ള കർമ്മങ്ങൾ. അപ്പൊ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സംശയം വരും. ഭഗവാൻ സ്ഥിതപ്രജ്ഞനാണല്ലോ, കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. പിന്നെ സ്ഥിതപ്രജ്ഞനിൽ നിന്ന് സർവകർമ്മവും ഒഴിയുന്നു എന്നങ്ങനെ പറയും. അതിന് ഭഗവാൻ തന്നെ പറയും, കർമ്മങ്ങൾ ഒഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ കർമാണി ലിംബന്തി. കർമ്മങ്ങൾ ഇരിക്കുന്നോ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോകുന്നോ ബാഹ്യമായി എന്നുള്ളതല്ല മുഖ്യം. ആ കർമ്മങ്ങൾ എന്നെ ബന്ധിക്കുന്നില്ല. അതാണ് ശരിയായിട്ടുള്ള കർമ്മത്യാഗം. അതാണ് ഗീത ബോധിപ്പിക്കുന്നത്. കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിനും കർമ്മത്തിന്റെ ത്യാഗത്തിനും വിശേഷതകളൊന്നും ഇല്ലാതിരിക്കുക. ന ദ്വേഷ്ടി ന കാംക്ഷതി. കർമ്മത്തെ ദ്വേഷിക്കുന്നില്ല, അതിനെ കാക്ഷിക്കുന്നുമില്ല. ഇതാണ് സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നത്.
ഇനി 3-ാം അധ്യായത്തിൽ വീണ്ടും കർമ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. അവിടെ കർമ്മത്തിന്റെ ആവശ്യതയെക്കുറിച്ച് ഭാഷ്യകാരന് ഊന്നി പറയും. കർമ്മം കൂടിയേ തീരുമെന്ന് തന്നെ പറയും. കർമ്മത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതിൽ നിന്ന് ഒഴിയാൻ പറ്റാത്തതുകൊണ്ട്. സ്വയം ഒഴിയാൻ കഴിയാത്തതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ സ്ഥിതപ്രജ്ഞന് അതിന് സ്വാതന്ത്ര്യമുണ്ട്. സ്ഥിതപ്രജ്ഞൻ അതിനാവശ്യനായി കർമ്മം ചെയ്യേണ്ടി വരുന്നില്ല. സ്ഥിതപ്രജ്ഞന് വേണ്ടി വന്നാൽ കർമ്മങ്ങളെ മുഴുവൻ ബാഹ്യമായി ഒഴിവാക്കാം. അത് ഭാഷ്യകാരൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞൻ കർമ്മം അനുഷ്ഠിക്കുന്നോ ബാഹ്യമായി അതോ കർമ്മത്തെ ഒഴിവാക്കുന്നോ എന്നുള്ളതാണ്. ബാഹ്യമായി നിർണയിക്കേണ്ട ഒരു കാര്യമല്ല. വേണ്ടി വന്നാൽ സ്ഥിതപ്രജ്ഞന് സർവ്വകർമ്മങ്ങളെയും ഒഴിവാക്കാം. എന്തുകൊണ്ട്? അവിദ്യാകാര്യത്വം. അത് അവിദ്യാകാര്യമാണ് കർമ്മങ്ങൾ. അവിദ്യ നിവൃത്തവും നിവൃത്തത. അവിദ്യ നിവർത്തിച്ചാൽ കർമ്മങ്ങൾ അവിടെ നിവർത്തിച്ചു കഴിഞ്ഞു. പിന്നെ ബാഹ്യമായി കർമ്മങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഒന്നുപോലെ. അതുകൊണ്ട് കർമ്മം വ്യവഹാരങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അവിദ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് കർമ്മങ്ങളെ പ്രത്യേകിച്ച് ഒഴിവാക്കാൻ വേണ്ടി ഒന്നും ചെയ്യേണ്ടതില്ല. അത് ഒഴിവായി കഴിഞ്ഞു. കർമ്മങ്ങൾ തുടർന്നാലും അത് ഒഴിവായിരിക്കുകയാണ്, തുടർന്നില്ലെങ്കിലും അത് ഒഴിവായിരിക്കുന്നു. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇവിടെ അവിദ്യാ നിവൃത്തവും നിവർത്തതേ, കർമ്മങ്ങളെല്ലാം ഒഴിയുന്നു എന്നുള്ള ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിദ്യയും നശിക്കുന്നു. അവിദ്യാശ വിദ്യാവിരോധ നിവൃത്തി. വിദ്യ അറിവ് വന്നു കഴിഞ്ഞാൽ അറിവില്ലായ്മ നശിക്കും. അത് സ്പഷ്ടമാണ്. ഇത്യേത അർത്ഥം സ്ഫുടീകുർവനാഹ. അതായത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തെ എത്രയൊക്കെ വിശദീകരിച്ചു കഴിഞ്ഞാലും സ്ഥിതപ്രജ്ഞനായേ പറ്റൂ ആത്യന്തികമായിട്ട്. അതിനു മുമ്പ് ഏതെങ്കിലും ഒരു തരത്തിൽ നിന്നുകൊണ്ട് സ്ഥിതപ്രജ്ഞനെ ഗ്രഹിക്കുക അസാധ്യമാണ്. അതിവിടെ പറയുന്നതുപോലെ രാവും പകലും പോലെയാണെന്നാണ്. പലരും പറയാറുണ്ടല്ലോ, എത്രയൊക്കെ കേട്ടിട്ടും പറഞ്ഞിട്ടും ഞാൻ നന്നാവുന്നില്ല, ശരിയാവുന്നില്ല. പറയുന്ന കാര്യങ്ങളൊക്കെ ശരി, സമ്മതിക്കാം, പക്ഷെ എനിക്കത് ഫലപ്പെടുന്നില്ല. അത് തന്നെയാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. നിന്നിടത്ത് നിന്നുകൊണ്ട് ഇത് സാധിക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. മുന്നോട്ട് പോയാലേ പറ്റും. അതാണ് ഈ പറയുന്നതുകൊണ്ട് അസാധ്യമെന്നല്ല. ഒരാൾ പറയുന്നത് വളരെ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെന്നാണ്. എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാൻ പറയുന്നത് നടക്കത്തില്ലെന്നാണ്. കാരണം ശ്രമിക്കുന്നത് ഇവിടെ നിന്നിടത്ത് നിന്ന് ശ്രമിക്കുകയാണ്. നിന്നിടത്ത് നിന്ന് മേലോട്ട് ചാടിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. എവിടെ നിന്ന് ചാടി അവിടെ തന്നെ വരും. അതാണ് സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഇത് രാത്രിയും പകലും പോലെയാണ്. തുഴയുന്നുണ്ട്, പക്ഷെ വള്ളം കെട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ പരാതി പറയുന്ന അർത്ഥശൂന്യമാണ്. ഒരാൾ പറയുന്നു, കേൾക്കുന്നുണ്ട്, പരിശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ രക്ഷപ്പെടുന്നില്ല. ആ പറച്ചിന് യാതൊരു അർത്ഥവുമില്ല. കേൾക്കുന്നുണ്ടെന്ന് പറയുന്നിടത്തും കേൾക്കുന്നില്ല. ഞാൻ പലതും ചെയ്യുന്നുണ്ടെന്ന് ഭാവിക്കുന്നിടത്തും കാര്യമായൊന്നും ചെയ്യുന്നില്ല. പറയുന്നത് മനസ്സിലാക്കിയിട്ട് വേണ്ട പിന്നെ ചെയ്യാൻ. പറയുന്നത് തന്നെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സീരിയൽ കാണുന്ന പോലെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം അങ്ങനെയും പോട്ടെ. പറയുന്നത് ഉള്ളിലെത്തണം
ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇരുന്നത്. അത് ശരിയാണ്. ശ്രദ്ധയുടെ ഏകാഗ്രത കൊണ്ടാണ് സുഷുപ്തിയിലേക്ക് പോകുന്നത്. കൂടുതൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സംഭവിക്കും. ഈ സുഷുപ്തിക്കൊരു ഗുണമുണ്ട്. എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം തന്നെ അതാണ്. ആ സമയത്ത് എന്ത് നടക്കുന്നു എന്നറിയത്തില്ല. 1.5 മണിക്കൂർ, ആദ്യത്തെ ഒരു 10 മിനിറ്റും അവസാനത്തെ ഒരു 10 മിനിറ്റും. അപ്പൊ ഇയാൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? 10-20 മിനിറ്റിൽ ബാക്കി മുഴുവൻ സമയവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് അറിയില്ല. ഞാൻ സത്സംഗത്തിലാണ് ഇരുന്നത്, എഴുന്നേറ്റ് പോയത് സത്സംഗത്തിൽ നിന്നാണ്. ഇടയ്ക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാൻ ഒക്കത്തില്ലല്ലോ. അപ്പോൾ ആദ്യവും അവസാനവും ശരിയാ, കറക്റ്റാണ്. അപ്പോൾ കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വേണമെങ്കിൽ ഞാനിപ്പോൾ തെളിയിച്ചു തരാം. ആരെങ്കിലും ഒരാളെ, പക്ഷെ അത് വേണ്ട. എനിക്ക് നാളെ ഇങ്ങോട്ട് വരണമല്ല. അതുകൊണ്ട് ഭഗവാനൂടെ പറയുന്നു അത് തന്നെ. എന്താണ്? ഇത് രാവും പകലും പോലെയാണ്. അറിയുന്നവൻ എന്താണോ അറിയുന്നത്, അറിയാത്തവനത് രാവാണ്. അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം നിശയാണ്, രാവാണ് എന്നാ പറയുന്നത്. അറിയുന്നവനാണെങ്കിലോ ഒരിക്കലും ഈ അറിയാത്തവന്റെ നിലയിലേക്ക് ചെല്ലാനും പറ്റുന്നില്ല. അറിയാത്തവൻ അവന്റെ നിലയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവനാകാൻ പറ്റത്തില്ല അറിയുന്നവന്. അറിവ് പകർന്നു തരുന്നു എന്നൊക്കെ പറയുന്നില്ലേ, പാലും മോരും ഒക്കെ പകർന്നു കൊടുക്കും പോലെ. അതുപോലെ ഈ അറിവ് അങ്ങനെ പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല നിറച്ചു വച്ചിട്ട്. ഇത് അവനവനിൽ തന്നെ ഉണ്ടാകണം. അങ്ങേയറ്റം ഈശ്വരന് പോലും ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. അവനവനിൽ തന്നെ ഉണ്ടാകണം. പലരും കരുതും എല്ലാം ഉണ്ടാക്കി തരട്ടെ. അറിവിന്റെ കാര്യം, സാധനയുടെ കാര്യം, അതൊക്കെ വരുമ്പോൾ പറയാറുണ്ട് എല്ലാം തരട്ടെ, നമ്മളല്ലല്ലോ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കാറില്ല. ഇത്തരം കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെ ചിന്തിക്കും. നമ്മളല്ലല്ലോ ഇതൊന്നും നേടേണ്ടത്, എല്ലാം നമുക്ക് തരേണ്ടതല്ലേ, അമ്മ തരേണ്ടതല്ലേ, അല്ലെങ്കിൽ ഗുരു തരേണ്ടല്ലേ, ഈശ്വരൻ തരേണ്ടല്ലേ എന്നൊക്കെ പറയും. നമ്മളേതായ ചില കാര്യങ്ങളുണ്ട്, അതാരും തരണ്ട, അതൊക്കെ നമ്മൾ പിടിച്ചെടുത്തോളും. വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും മോക്ഷം അത് തരേണ്ടതല്ലേ നമുക്ക്. ഇതേ ആൾക്കാർ തന്നെ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് പോയി വാശി പിടിക്കുകയും പിടിച്ചു വാങ്ങിക്കുകയും ചെയ്യും. അതൊക്കെ വേണം നമ്മുടെ കൊച്ചു കാര്യങ്ങൾ. വലിയ കാര്യങ്ങളെല്ലാം തന്നാൽ മതി. കാരണം പ്രയാസമുണ്ട്, പരിശ്രമിക്കാൻ വയ്യ, കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. അങ്ങനെ ഇത് കച്ചവടം ചെയ്യുന്ന സാധനമല്ല, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സാധനമല്ല. ചെറിയ കാര്യങ്ങളൊക്കെ ശരിയാ, കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. ഇത് പറ്റത്തില്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നു? യസ്യാം ജാഗ്രതി ഭൂതാനി,
സംയമിക്ക് അജ്ഞനെ നന്നാക്കാൻ വേണ്ടി അജ്ഞനാകാൻ പറ്റത്തില്ല. അത് പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. രണ്ട് മുഖ്യമായ തത്വങ്ങളാണ്. അജ്ഞനൊരിക്കലും സംയമിയെ ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഇങ്ങനെ ഒരു വൈഷമ്യത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഇത് സാധിക്കേണ്ടത് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം അക്കാര്യം പറയുന്നത്. ഇതൊരു വൈഷമ്യമാണ്. പക്ഷെ ഈ വൈഷമ്യത്തെ ഒഴിവാക്കാതെ ഈ വൈഷമ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് സാധിക്കണം. ജ്ഞാനത്തിന്റെയും അജ്ഞാനത്തിന്റെയും തലം വളരെ വിദൂരമാണ്. ജ്ഞാനിയുടെയും അജ്ഞാനിയുടെയും നില വളരെ വിദൂരമാണ്. പറഞ്ഞല്ലോ, ഭാഷ്യകാരൻ തുടങ്ങുമ്പോൾ പറഞ്ഞു സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം പറയുന്നത് സ്ഥിതപ്രജ്ഞനെ അളക്കാൻ വേണ്ടിയിട്ടല്ല. അജ്ഞൻ ഇതൊരു അളവ് പോലായി എടുത്തുകൊണ്ട് പോയി സ്ഥിതപ്രജ്ഞനെ അളന്ന് കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊരിക്കലും അസാധ്യമല്ല. എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമാണ്. പറഞ്ഞാലും കേട്ടാലും അനുഷ്ഠിച്ചാലും അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അന്ധകാരമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് നമ്മൾ അടുത്ത ചർച്ച ചെയ്യും. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗ്രതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. പൂർണ്ണസ്യ